ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരും വിശേഷ സുഖമല്ലേ? പെരുന്നാളിൻ്റെ അന്ന് രാത്രിയുള്ളൊരു വ്ളോഗാണ് കേട്ടോ അത്. നമ്മളൊരു 2-3 മണിയായിട്ടുണ്ടാവും കേട്ടോ നൈറ്റ്. ആ ടൈമിലുള്ള റഷാണ് കേട്ടോ അത്. നമ്മൾ എന്താ പറയുക, അടിപൊളിയായിട്ടുള്ള ഒരു ബ്രോസ്റ്റഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. നമ്മൾ താത്താടിന്ന് വന്നിട്ട് ഭയങ്കര ടയർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല കിടന്നാണ്ട് ഉറങ്ങിയിട്ട് പിന്നെ നിൽക്കുമ്പോൾ നല്ല ലേറ്റായപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നു എന്തായാലും ഒന്ന് പുറത്തുനിന്ന് കഴിക്കാമെന്നുള്ളതിൽ അങ്ങനെ നമ്മൾ എന്നും കഴിക്കുന്ന ഹോട്ടലിലേക്ക് തന്നെയാണ് കേട്ടോ. എന്നിട്ട് ഫറൂജ് ഹട്ട് അതുപോലെ സിൽസിൽ ഇതൊക്കെ ഒരേ സെയിം ഒരു ആളതാണ് കേട്ടോ. കഫ്തീരിയ അവിടേക്കാണ് കേട്ടോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. ബ്രോസ്റ്റഡ് കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ഞങ്ങൾ വിചാരിച്ച് പുറത്തുനിന്ന് കഴിക്കാമെന്നുള്ള രീതിയിൽ നിന്നതാണ് കേട്ടോ. അപ്പോൾ നൈറ്റ് ആയ കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ മോളായിട്ട് വന്ന കാരണം മോൾ എന്നിട്ട് ഞാൻ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ടർക്കിയിൽ. പക്ഷേ അങ്ങനെ ഇരിക്കാൻ പറ്റാത്തൊരിത് കാരണം ഞങ്ങൾ അവിടുന്ന് പോന്നിട്ട്. എന്നിട്ടും ഈ ഒരു ടൈമിൽ അവിടുത്തെ ആളെ തിരക്ക് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അത്യാവശ്യം നല്ല ഫുഡാണ് കേട്ടോ അവിടുത്തെ. നമ്മൾ ഇടയ്ക്ക് പോയിട്ട് കഴിക്കാറുണ്ട്. നല്ല അടിപൊളി എന്താ പറയുക, അടിപൊളി ഫുഡാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും ഫേസും ആകെ ഉറങ്ങി തൂങ്ങിയിട്ടാണ് കേട്ടോ. കാരണം 2-2:30-3 മണി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിലെത്തുമ്പോൾ 4 മണി ആയിക്കണ്. ആ ഒരു ടൈമിലും പെരുന്നാളിൻ്റെ അന്ന് രാത്രിയാണ് കേട്ടോ. ഉപ്പൊന്നും ഡ്രസ്സ് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളൊക്കെ ഡ്രസ്സ് മാറ്റി ഇതൊക്കെ ആക്കി ഇട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. മോള് നല്ല ഉറക്കമാണ്. അപ്പോൾ മോളങ്ങനെ മടിയിൽ വെച്ചിട്ടാണ് കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഒരു നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു കഫ്തീരിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഫ്തീരിയ അല്ല, ഒരു റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഒരു കഫേ എന്നൊക്കെ പറയാം കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ. സെറ്റിങ്സ് ആയാലും ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ മോളായിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ. അവൾ ഇരിക്കുമ്പോൾ ഒന്ന് കരയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെ ഫുഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഫുഡിനൊന്നും ഞാൻ ഓവർ വീഡിയോ എടുത്തിട്ടില്ല, എന്നാലും ഞാൻ ഒരു വിധമൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ 9 പീസ് ചിക്കനാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ 2 ബണ്ണ്, ഫ്രൈസ്, അതുപോലെ ഒരു പാക്കറ്റ് ബണ്ണ് എക്സ്ട്രാ, അങ്ങനെ കോള, അങ്ങനെ എല്ലാതും ഉണ്ടായിരുന്നു. ഷർഫൊക്കെ ആകെ ഉറക്കം തൂങ്ങിയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഉറക്കം വന്നിട്ട് നട്ടപ്പാതിരിക്കാണ് ഞങ്ങൾ ഇത് ചിക്കൻ്റെ ബ്രോസ്റ്റ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബ്രോസ്റ്റ് കഴിക്കുന്നത്. അപ്പം എപ്പോഴൊന്നും കഴിക്കാറില്ല, പക്ഷേ നൈറ്റിലൊക്കെ എനിക്കിഷ്ടം ബ്രോസ്റ്റ് കഴിക്കാനാണ് കേട്ടോ. കാരണം ആ ഒരു ചൂടുള്ള ഒരു ഉറക്കത്തിൻ്റെ ഒരു ഇതിൽ നമുക്ക് ചൂടുള്ള കഴിക്കാനാണല്ലോ ഇഷ്ടം ഉണ്ടാവും. അപ്പോൾ ഞാൻ വീണ്ടും നിങ്ങൾക്ക് ആംബിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ വേറെയും കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ. കേക്ക് അതുപോലെ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. കേക്ക്, ഷേക്ക്, അതുപോലെ ഫലൂദ, എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ ഇപ്പോൾ നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കേക്ക് ഉണ്ടല്ലോ, പിസ്താഷ്യോ കുനാഫ കേക്ക്, അതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അത് നമ്മൾ ട്രൈ ചെയ്തില്ല. ഒന്നാമത് നട്ടപ്പാതിരയാണ്, അപ്പോൾ പിന്നെ ഒന്നും പോകണില്ല കേട്ടോ. പക്ഷേ ഇവർക്ക് ഭയങ്കര ഓർഡർ പെരുന്നാളിലന്ന് രാത്രി ആയിട്ടാവും തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനും ഇപ്പം ഇങ്ങനെ നടന്നിട്ടാ. ഇക്ക മോളായിട്ട് ഫ്രണ്ടിൽ വേഗം പോയിരുന്നു. അപ്പോൾ വീഡിയോ അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്